കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം പൂമേട്ടിലോ പൂങ്കാട്ടിലോ പൂമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങോ പിറന്നു പണ്ടിളം മുളക്കൂട്ടിൽ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും ദൈവം അനുഗ്രഹം ഉണ്ടാവട്ടെ, നല്ല നന്മയുള്ള ദിവസമാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മ്യൂസിക് ക്ലാസ്സിൻ്റെ 3rd പാർട്ടാന്ന് തോന്നുന്നു. ആ പാർട്ടിൽ ചെറിയൊരു കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എപ്പോഴും ഞങ്ങളെപ്പോലുള്ള സിംഗേഴ്സിന് ഉള്ള ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണത്. നമ്മൾ കോപ്പിറൈറ്റ് ഇല്ലാണ്ട് നല്ല രീതിയിൽ വീഡിയോ നമ്മൾ വെറുതെ പാടിയിടുന്ന സോങ്സിന് പോലും ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഭയങ്കര ഒരു വിഷമമാണ് നമുക്കൊരു പാട്ട് പാടിയിടാനും. അങ്ങനെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുക എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാലും പക്ഷെ അത് നിങ്ങൾക്ക് സന്തോഷമുള്ള രീതിയിൽ എൻ്റെ ചാനലിനൊരു മീനിങ് പേരിനോടൊരു എന്താ പറയുക നീതി പുലർത്തി പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഒത്തിരി സന്തോഷം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരെ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പുതിയ ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി സന്തോഷം. അപ്പോൾ ഇന്ന് ഞാൻ ഈ പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മളെ വല്ലാണ്ട് ടച്ച് ചെയ്യുന്ന ഒരു സോങ്ങാണ്. അതുപോലെ ഒത്തിരി സോങ്സും ഉണ്ട്. ഒരു ഗായകരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വെല്ലുവിളി എന്ന് പറയുന്നത് അവരുടെ അവർ പാടുന്ന ആ പാട്ടിൻ്റെ ഇമോഷൻസ് ജനഹൃദയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. നമ്മുടെ ലെജൻസ് ആയിട്ടുള്ള ഗായകരൊക്കെ അത് നമുക്ക് കൂടുതൽ തന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ പാട്ടിനോട് ഇഷ്ടം. ഓരോ പാട്ടുകളും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. വെറുതെ എന്തെങ്കിലും പാടി വെച്ച് കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ഉള്ളിലെത്തുകയോ അല്ലെങ്കിൽ നമുക്കത് ഓർത്തിരിക്കാനോ പറ്റില്ല. പക്ഷേ ഇങ്ങനെ മനസ്സിലേക്ക് ഏത് ഇമോഷൻസാണ്, പ്രണയമാണേലും ദുഃഖമാണേലും എന്താ പറയുക വിരഹമാണേലും ഭയങ്കര അടിപൊളി സോങ്സ് ആണെങ്കിലും ഏത് സോങ് ആണെങ്കിലും അതിൻ്റെ ഒരു ഭാവം നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ നല്ല രീതിയിൽ പാടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു നല്ലൊരു ഗായകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് തുടർന്നും അങ്ങനെ തന്നെ പോകാൻ പറ്റട്ടെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഏറ്റവും കൂടുതൽ ഞാൻ പാടാൻ ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള മെലഡീസ്, അതായത് സാഡ് വേർഷനുള്ളത് ഭയങ്കര പ്രത്യേകിച്ചും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കിഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് സന്ധ്യേ കണ്ണീരിതിൻ്റെ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും ഇന്മനം പോ നിന്മനം പോ ഇന്നിപ്പോ തേജനികൻ സന്ധ്യേ കണ്ണീരിതിൻ്റെ സന്ധ്യേ. അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്ങാണ്. പിന്നെ ഒരു സോങ് എനിക്ക് സൂര്യനായി തഴുകിയുറക്കമുണർത്തുമിൻ അച്ഛനെയാണെനിക്കിഷ്ടം. ആ സോങ് ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും പാടാൻ എനിക്ക് പറ്റിയില്ല. ആ സൂര്യൻ എന്ന ആ ഒരു സംഗതിയൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള അങ്ങനെ കുറേ സോങ്സ് ഉണ്ട്. പിന്നെ താരാട്ട് പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഭയങ്കര പ്രത്യേകിച്ച് പഴയ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമാണ്. അതിൽ താമര കണ്ണനുറങ്ങേണം കണ്ണും പൊട്ടി ഉറങ്ങേണം. പിന്നെ പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങിൻ കരളിൻ്റെ കാതലേ
ഇഷ്ടമാണ്, ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലെ അമ്മ എന്നെ പാടി ഇതുപോലെ കുറേ താരാട്ട് പാട്ടുകൾ പാടി ഉറക്കുമായിരുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ്, ഒരു അമ്മ കുഞ്ഞ് ആ ഒരു സ്നേഹം തോന്നുമ്പോൾ ആദ്യം എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു പാട്ടും നമ്മൾ കുഞ്ഞിലെ മിക്കവരും കേട്ടിട്ടുള്ളൊരു പാട്ടാണ് ഓമന തിങ്കൾ കീടാവൂ നല്ല കോമള താമര പൂ. എന്ത് രസമല്ലേ ആ സോങ്. അത് ആ താരാട്ടുപാട്ട് ഇഷ്ടപ്പെടാത്തായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഇഷ്ടം തോന്നുന്നൊരു ഇഷ്ടപ്പെടുന്നൊരു സോങ്ങാണ്, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു സോങ്ങാണ്. അപ്പം അങ്ങനെ കുറേ സോങ്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോങ്ങുകൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വെറുതെ നിങ്ങളോട് സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. കൂടുതൽ പാടാനൊന്നും പറ്റില്ല, എന്നാലും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഇന്ന് മ്യൂസിക്കിൻ്റെ ആ ഒരു വീഡിയോ എടുക്കാനൊരു മൂഡില്ല. കാരണം എനിക്ക് എന്തെങ്കിലും എടുത്താൽ തന്നെ നമുക്കിങ്ങനെ ഓരോ എന്താ പറയുക കോപ്പിറൈറ്റ് പോലുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ അല്ലാണ്ട് മൈൻഡ് അങ്ങോട്ട് പോകും. എന്നാലും ഞാൻ അടുത്ത ദിവസം തന്നെ വീഡിയോ ഇടുന്നുണ്ട്, അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇടാം. അപ്പോൾ ഇന്ന് കുറച്ച് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ച് പാട്ടൊക്കെ പാടിപ്പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഒരു ദിനചര്യ എന്ന് പറഞ്ഞാൽ, രാവിലെ ശരിക്കും പറഞ്ഞാൽ എഴുന്നേറ്റ് സരസ്വതിയാമെന്ന് പറഞ്ഞ സമയമുണ്ട്. അതായത് ഒരു 3 o'clock തൊട്ട് ഒരു 6 o'clock വരെയുള്ള മോർണിംഗിലുള്ള ടൈം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാട്ടിന്, സംഗീതത്തിന് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് നല്ലൊരു മൂഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു ഒരു ടൈമാണ്. ആ ടൈമിൽ പ്രാക്ടീസ് ചെയ്താൽ വളരെ എഫക്റ്റീവാണെന്നുള്ളത് എനിക്ക് കുറേ മനസ്സിലായി. എനിക്കിപ്പോൾ കുറച്ചായിട്ട് ഞാനൊരു റെസ്റ്റിലായതുകൊണ്ടും വോയിസ് റെസ്റ്റിലായതുകൊണ്ട് എനിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് ഇപ്പോൾ പറ്റുന്നില്ല. എന്നാലും അത് നല്ല രീതിയിൽ അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. രാവിലെ എഴുന്നേറ്റ് കണ്ണുമൂക്ക് നനച്ച് ബ്രഷൊക്കെ ചെയ്ത് കണ്ണുമൂക്ക് നനച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു സമയത്തിരുന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വളരെയധികം നമ്മുടെ ത്രോട്ടിന് വളരെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെന്താ, അങ്ങനെയൊക്കെ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുക, ആ ഒരു പ്രോപ്പറായിട്ട് നമ്മുടെ ദിനചര്യ കറക്റ്റായിട്ട് ചെയ്യുക. നമുക്ക് ആ ഒരു ദിവസവും നമ്മൾ ഒരു ദിവസം ഒന്നാണെങ്കിൽ മറ്റൊരു ദിവസം നമ്മൾ വ്യത്യസ്തമായിരിക്കും. എന്നാലും കഴിവതും ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ദിനചര്യയൊക്കെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു സുഖം കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്കത് പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം, യാത്രയിൽ നമ്മളൊരു യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനൊരു ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ഒക്കെ ചെയ്യും. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എഴുന്നേറ്റ് ആ ഒരു രീതിയിൽ അങ്ങനെ പോവുകയാണെങ്കിൽ ഓക്കെ, നല്ലൊരു ആരോഗ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ എക്സസൈസ്, ഡെയിലിയുള്ള എക്സസൈസൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കാനാണ് ബുദ്ധിമുട്ട്, എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പം അങ്ങനെ കുറച്ചൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ, ഇപ്പം ഞാൻ രാവിലെ ഇപ്പം പിറ്റേ ദിവസത്തേക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ നേരത്തെ ഒരു കാൽക്കുലേഷൻ വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതില്ല. ഇപ്പം നമ്മളൊരു വീഡിയോ ഇടാനാണെങ്കിലും എപ്പോഴും എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും എന്നോട് പറയുന്നൊരു കാര്യമാണ്, നിനക്കൊരു എന്താ പറയുക കറക്റ്റായിട്ടൊരു കണക്കൂട്ടൽ വേണം. ഇന്ന ടൈമിൽ വീഡിയോ, ഇന്ന ടൈം ഇന്ന വീഡിയോ, ഇന്ന രീതിയിൽ എന്നൊക്കെ ഉള്ളൊരു കണക്കൂട്ടൽ. പക്ഷേ മിക്കപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമാകുന്നൊരു കാര്യമല്ല. അത് കാര്യം കണക്കൂട്ടി വയ്ക്കുന്ന കാര്യം എന്നെക്കൊണ്ട് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ മനസ്സിൻ്റെ സംഗീതമാണ്, അതെപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ മനസ്സ് തുറന്നൊരു ഇഷ്ടപ്പെട്ടൊരു പാട്ട് നമുക്ക് പാടാൻ പറ്റും. അത് ഒരു കാൽക്കുലേഷൻ വേണ്ട, ആവശ്യമില്ല. പക്ഷേ നമ്മളൊരു വീഡിയോസ് എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, ഞാൻ കുറച്ചായിട്ടുള്ള ഈ വീഡിയോയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ട് ഇടയ്ക്ക് ബ്രേക്കായെങ്കിലും പിന്നീട് ആക്റ്റീവ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ഒത്തിരി ഒന്നാമത്തെ കാര്യം, മൊബൈലിൻ്റെ ഇഷ്യൂസ് വരുമ്പം അതുമാണ്. ഞാൻ ക്യാമറയിലല്ല, മൊബൈലിൽ തന്നെയാണ്, എൻ്റെ സാധാരണ മൊബൈലിൽ തന്നെയാണ് വീഡിയോ എടുക്കുകയും അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ട് എല്ലാവരും, ഇങ്ങനെ ക്ലാരിറ്റി ഇല്ലെന്ന്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇഷ്യൂസ്. പിന്നെ നമുക്ക് ഓരോന്നും മെയിൻറ്റെയിൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോകുമ്പം
ചിലപ്പോൾ ഒന്ന് ഡിലേ ആവും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒന്നും കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അത് എല്ലാ രീതിയിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതൊക്കെ പോട്ടെ, ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ സംസാരം എന്താ പറയുക കുറവാണ്, കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പം ശരിക്കും പൊതുവേ നമുക്ക് ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ. അതാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ദോഷ കാര്യം എന്ന് പറയുന്നത്. അപ്പം സംസാരിക്കരുതെന്ന് പറയുമ്പോൾ ഒത്തിരി നമുക്ക് സംസാരിക്കാൻ ബുദ്ധിയാണ്, ഒത്തിരി സംസാരിക്കാൻ തോന്നും. എന്നാലും ഞാൻ 2 ദിവസമായിട്ടൊക്കെ പാട്ടൊക്കെ പാടാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. പാട്ട് പാടാതെ നിൽക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വല്ലാത്തൊരു മാനസിക സംഘർഷമുള്ളൊരു കാര്യമാണ്. എന്നാലും പിടിച്ച് നിൽക്കാതെ പറ്റില്ല, പാട്ട് പാടാതൊക്കെ ഇങ്ങനെ പിടിച്ച് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോസ് എന്തെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും രസകരമായ സംഭവം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങളോട് കുറച്ച് സംസാരിച്ച് എന്തെങ്കിലും പറഞ്ഞൊരു വീഡിയോ ഇടുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടും, മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് പാട്ടുകൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് പാടിയിട്ടുണ്ട്. പാടാനൊന്നും ആയിട്ടില്ല, ത്രോട്ടങ്ങനെ കിടക്കുകയാണ്. ഒന്നാമത് ഈ കാലാവസ്ഥ, മഴ എപ്പോൾ വരും, വെയിൽ, ചൂട്, ആകപ്പാട് നമ്മൾ എന്താ പറയുക ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ കാലാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ യാത്ര, ഒരു ഗായകരെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര എന്ന് പറയുന്നത് വെല്ലുവിളി തന്നെയാണ്. പക്ഷേ നമുക്ക് യാത്ര ചെയ്യേണ്ടത് യാത്ര ചെയ്ത് പോയേ മതിയാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ ഒരുമാതിരി കുഴഞ്ഞു മറിഞ്ഞ് കിടക്കാണ്. എന്തായാലും നല്ല രീതിയിലൊക്കെ പോകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒന്ന് മര്യാദയ്ക്ക് നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം. ഈ സപ്പോർട്ടെന്ന് പറയുന്നതാണല്ലോ എന്താ പറയുക മനുഷ്യന് വളരാനുള്ളൊരു ഊർജ്ജം കിട്ടുക അല്ലേ. അപ്പം അതുകൊണ്ട് ഇൻസൾട്ടാണ് മോനെ എല്ലാത്തിനും വളർച്ചയ്ക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ പോലെയാണ്. ഒത്തിരി ഇൻസൾട്ട് കിട്ടിയൊരു ആളെന്ന നിലയിൽ ഇവിടം വരെയൊക്കെയെങ്കിലും എത്താനായിട്ട് ദൈവം അനുവദിച്ചു. ഇവിടം വരെയൊക്കെ എത്തി. ഇനി നാളെ അങ്ങോട്ട് എങ്ങനെ എന്നൊന്നുമല്ല, ഇന്നത്തേക്ക് ഇന്ന് നമ്മൾ നല്ലതായിട്ട് ജീവിക്കാം, നാളത്തെ കാര്യം നാളെ അല്ലേ. അപ്പോൾ ഒത്തിരി സന്തോഷം, ഒത്തിരി സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്തേക്കുക, ബെല്ലൈക്കണമെങ്കിൽ ഞാൻ മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പാട്ടുകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാം, എല്ലാം ഞാൻ പാടിത്തരുന്നതാണ്. അപ്പോൾ പതുക്കെ ഇന്ന് ത്രോട്ടൊക്കെ ഒന്ന് ഓപ്പണായിട്ട് വന്നിട്ട് വീണ്ടും നമുക്ക് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. പിന്നെ നിങ്ങൾ ഏതൊക്കെ നല്ല ടൈപ്പുള്ള കണ്ടൻസോ വീഡിയോസോ എന്തൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ തന്നെ ഞാൻ ചെയ്യാം. ഒറ്റയാൾ പട്ടാളമാണ്, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്ക് അമ്മയും കൊണ്ടുവരുന്നതാണ് വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അമ്മയുടെ ഡാൻസിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറയാം. വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.